Hello, this is part 3 of Making Lived Experiences Matter. I hope you have watched part 1 and part 2 also. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് മെൻ്റൽ ഹെൽത്ത് കൺസൾട്ടൻ്റ് ആണ് ഞാൻ. സോ ഈ കൺസൾട്ടൻസി എങ്ങനെയാണ് ചെയ്യണേ, ഹൗ ഇസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം തെറപ്പി ഓർ കൗൺസിലിംഗ് ഓർ വേറെ പല പല വാക്കുകളുണ്ടല്ലോ ഈ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൽ കേൾക്കണേ. സോ വാട്ട് ഇസ് കൺസൾട്ടൻസി ആൻഡ് ഹൗ ഡു ഐ വർക്ക് is today's session. So as I said, this is based on my thesis and the learnings. ഈ thesis-ന് പഠിച്ചതും ഈ thesis എഴുതാനായിട്ടുണ്ടായ അനുഭവങ്ങളും over 20 years of experiences ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നതിലും വെച്ചിട്ട് it's going on getting modified. So broad theme is making lived experiences matter. അതായത് നമ്മുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് വിലപ്പെട്ടതാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് നമ്മൾ ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ്സ് ദ ഫൗണ്ടേഷൻ ഓൺ വിച്ച് ഐ വർക്ക് വിത്ത് പീപ്പിൾ ഇല്ലേ. സോ നമ്മൾ പറഞ്ഞു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും സിമിലാരിറ്റീസും ദ കണക്ഷൻസ് വി സ്പോക്കൻ ലാസ്റ്റ് സെഷൻ. സോ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഒരു ശാരീരിക പ്രശ്നത്തിന് വേണ്ടി പോകണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്തിനായിരിക്കും പോകുന്നത്? ദ ഫസ്റ്റ് തിങ് ഇൻ അവർ മൈൻഡ് ഈസ് എനിക്കറിയില്ല എനിക്ക് എന്താ സംഭവിക്കുന്നത്. സോ ദ ഫസ്റ്റ് തോട്ട് ദാറ്റ് കംസ് ഇസ് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ. അത് ചിലപ്പോൾ ഒരു തലവേദനയായിരിക്കും. ഈ തലവേദന എന്തിനാ, ഇത് മാറുന്നില്ലല്ലോ. അപ്പം നമുക്ക് പോയി അറിയണം, വി നീഡ് മോർ നോളജ്. അപ്പം ഇത് എന്താണെന്ന് നമുക്ക് തന്നെ പിടികിട്ടാത്തപ്പോഴാണ് നമ്മൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ പോകണം. സിമിലർലി മെൻ്റൽ ഹെൽത്തിലും ഫസ്റ്റ് തിങ് ദാറ്റ് ദ തോട്ട് ഓർ നമ്മൾ ചിന്തകളും വികാരങ്ങളെയും പറ്റിയിട്ടല്ലേ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ. സോ ദ ഫസ്റ്റ് തോട്ട് ദാറ്റ് കംസ് ഫോർ ഓൾ ഓഫ് us is ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ പല രീതിയിലാവാം. ഫസ്റ്റ് തിങ് ഇസ് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ, ഓർ ഐ ഡോണ്ട് നോ ഈ ഒരു ഇവൻ്റ് ആയിരിക്കാം സംഭവിച്ചത്, ഐ ഡോണ്ട് നോ ഹൗ ടു ഡീൽ വിത്ത് ദിസ് ഇവൻറ്റ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ ടു ഡീൽ വിത്ത് ദിസ് പേഴ്സൺ. ഈ വ്യക്തിയായിട്ട് എനിക്ക് എങ്ങനെ സഹകരിച്ച് പോകണം അല്ലെങ്കിൽ എങ്ങനെ ഇടപെടണം എന്നറിയില്ല. റിലേഷൻഷിപ്സിൽ വരുന്ന ഇഷ്യൂസ് ആവാം, യു ഹിറ്റ് ദിസ്, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഓർ നമ്മളുടെ മക്കളെ വളർത്തുന്നതിലാവണം, ഐ ഡോണ്ട് നോ വൈ ഹീസ് നോട്ട് ഓർ ഷീസ് നോട്ട് ലിസ്ണിങ് ടു മീ. എന്താ ഇവർ പറഞ്ഞാൽ കേൾക്കാത്തതെന്ന് എനിക്ക് അറിയില്ല. അല്ലെങ്കിൽ ദാമ്പത്യത്തിലായിരിക്കാം, ഐ ഡോണ്ട് നോ ഹൗ ടു make my relationship better, or it could be any other relationship. Parent ആയിട്ടായിരിക്കാം, ഐ ഡോണ്ട് നോ ഇത് എങ്ങനെ എൻ്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കും അല്ലെങ്കിൽ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും. അല്ലെങ്കിൽ വർക്ക് പ്ലേസിലാവാം, ഐ ഡോണ്ട് നോ വാട്ട് മൈ ജോബ് ഇസ്, എനിക്ക് ജോലി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഐ ഡോണ്ട് നോ വൈ മൈ ബോസ് ഇസ് ലൈക്ക് ദിസ്, ഓർ വൈ മൈ കൊളീഗ്സ് ആർ ലൈക്ക് ദിസ്, ഓർ ഐ ഡോണ്ട് നോ. ഈ ഒരുപാട് ഐ ഡോണ്ട് നോ ക്വസ്റ്റ്യൻസിനെ is how life is going to be, which is നമ്മുടെ ലൈഫ് ഫുള്ളും എ സീരീസ് ഓഫ് ഐ ഡോണ്ട് നോസ് ആണ്. ബിക്കോസ് നമ്മൾ അങ്ങനെയല്ലേ പഠിക്കുള്ളൂ. ഓരോ കാര്യവും അൺപ്രഡിക്റ്റബിൾ ആണ്, അൺനോൺ ആണ്. എല്ലാത്തിലും നമുക്ക് അബ്സല്യൂട്ട് ക്ലാരിറ്റി കിട്ടില്ല. ഓരോ ദിവസവും ഇപ്പം നാളെ തന്നെ എന്താ സംഭവിക്കാൻ പോകണമെന്നൊന്നും വി ഡോണ്ട് നോ ഇല്ലേ. സോ നമ്മുടെ ബ്രെയിനിന് ആൻഡ് അവർ നെർവസ് സിസ്റ്റം നീഡ്സ് ടു ഹാവ് ദ potential or the skill to navigate this I don't know. ഈ I don't knows-നെ മറികടക്കാനും അതിജീവിക്കാനുമുള്ള സ്ട്രെങ്ത്തും കപ്പാസിറ്റിയും നമ്മുടെ ബ്രെയിനിനും നെർവസ് സിസ്റ്റത്തിന് വേണം. സോ വി നീഡ് ടു ലേൺ ഹൗ ടു ഡീൽ വിത്ത് ദീസ് അൺപ്രഡിക്റ്റബിലിറ്റീസ്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ടോ അത് ബ്രെയിനിൻ്റെ അവസ്ഥയും കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാവാം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ കൊണ്ടാവാം, ഫോർ വാട്ട് എവർ റീസൺസ് ഔട്ട്സൈഡ് ഓഫ് അസ് ഓർ ഇൻസൈഡ് ഓഫ് അസ് ചേഞ്ചസ് ഓർ ഡിഫറൻസസ് കാരണം ഈ അൺപ്രഡിക്റ്റബിലിറ്റീസ് വരുന്നത് നമുക്കത് വച്ചിട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു എന്നുള്ളത് ഇറ്റ്സ് ആൻ എനർജി, ഇറ്റ്സ് ആൻ ഇമോഷൻ, ഓർ വി ക്യാൻ കോൾ ദാറ്റ് ഇമോഷൻ ആങ്സൈറ്റി. ഈ ആങ്സൈറ്റി ഒരു എനർജിയാണ്, ഇമോഷൻ അല്ലേ. ഇമോഷൻ മീൻസ് വാട്ട്? emotion or energy in motion. This energy needs to move, it ideally needs to move out of your body. അത് നമ്മൾ പുറത്തേക്ക് പോകണം. ഉള്ളിൽ തന്നെ ഇട്ട് ഐ ഡോണ്ട് നോ എന്ന് ഇരിക്കാതെ നമുക്കത് വി നീഡ് ടു ഫിഗർ ഔട്ട് ഇല്ലേ. പക്ഷേ അങ്ങനെ ഒരു പറ്റാത്ത സാഹചര്യം വരുമ്പം ഈ ഐ ഡോണ്ട് നോ, വി കനോട്ട് ഫിഗർ ഇറ്റ് ഔട്ട്, നമുക്ക് ആ നോളജ് കിട്ടുന്നില്ല. സോ ദ ഫസ്റ്റ് തിങ് that we work on is knowledge sharing or knowledge
എക്സ്ചേഞ്ച്. ഈ ഐ ഡോണ്ട് നോ എന്നുള്ളത് വി നീഡ് ടു നോ വാട്ട് ഇസ് ഹാപ്പനിങ്. അപ്പോൾ അത് ത്രൂ കോൺവെർസേഷൻസിലാണ് എല്ലാ ഡോക്ടേഴ്സും തുടങ്ങുന്നത്, ഇൻക്ലൂഡിങ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസോ ഫിസിക്കൽ ഹെൽത്ത്. നമ്മളെടുത്ത് ചോദിക്കും ഇതിങ്ങനെയാണോ, എങ്ങനെ, എന്തായിരുന്നു, ചുമയുണ്ടോ, എത്ര നാളുണ്ടായിരുന്നു. അതേപോലെ തന്നെ മെന്റൽ ഹെൽത്തിൽ വന്നു കഴിഞ്ഞാൽ ദേ വിൽ ആസ്ക് യു വാട്ട് ഹാപ്പൻ, എത്ര നാളായി, എന്താ അവിടെ അനുഭവപ്പെടുന്നത്. സോ നമുക്കിത് പറയാനും അറിയണം. പക്ഷെ ചിലപ്പം നമുക്കിത് പറയാൻ തന്നെ പറ്റുന്നില്ല, എനിക്ക് എന്താന്നുള്ളത് തന്നെ എനിക്ക് അറിയില്ല എന്നുള്ള അവസ്ഥയിലും ചില ആൾക്കാർ എത്താം. ദാറ്റ് ഈസ് ബിക്കോസ് ഈ തുടങ്ങുന്ന സമയത്ത് ഈ ഐ ഡോണ്ട് നോ തുടങ്ങിയപ്പം നമുക്കത് നാവിഗേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ് എസ്കലേറ്റഡ്, അല്ലെങ്കിൽ ഈ വികാരങ്ങള്, ഈ ചിന്തകൾ ഓഫ് ഐ ഡോണ്ട് നോ തോട്ട്സ് ഇൻക്രീസ്ഡ് ആൻഡ് ഇറ്റ് വെന്റ് ടു ദ സെക്കൻഡ് ലെവൽ വിച്ച് ഇസ് ഐ കാണ്ട്. അപ്പൊ എനിക്ക് അറിയില്ല എന്നുള്ളത് അത് എസ്കലേറ്റ് ആയി എനിക്ക് പറ്റില്ല എന്നങ്ങ് നമ്മൾ തീരുമാനിക്കും. അതായത് എനിക്കിത് അറിവിൽ നമുക്കത് കണ്ടുപിടിക്കാനുള്ള സ്കിൽസോ അല്ലെങ്കിൽ നോളജോ ഇല്ലാതെ പോകുമ്പോൾ, അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലാതെ പോകുമ്പം അത് എസ്കലേറ്റ് ആയി എന്നെ കൊണ്ട് പറ്റില്ല, ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഇതെനിക്ക് പറയാൻ തന്നെ പറ്റില്ല. ആ പറ്റില്ല അല്ലെങ്കിൽ ഐ കാണ്ട് എന്നുള്ളതിലേക്ക് നമ്മൾ പോകും. വേർ യു സ്റ്റാർട്ട് ഫീലിംഗ് വിഷാദം. അവിടെ വരുന്ന ഇമോഷനാണ് സാഡ്നെസ് ഓർ എക്സ്ട്രീം ഫീലിങ്സ് ഓഫ് ഫ്രസ്ട്രേഷൻ, ഐസൊലേഷൻ, ഓർ വി സേ ഡിപ്രഷൻ. ഡീപ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൗൺവേർഡ് പ്രസ് ഓഫ് വാട്ട്? ഈ ഒരുപാട് ഈ ഐ ഡോണ്ട് നോ വച്ചിരുന്നിരുന്നിരുന്ന് you press it down and it increases in strength, and over a period of time നമ്മളൊന്ന് സ്റ്റക്ക് ഫീലിംഗ് വരെ, ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ, ഒന്നും ചെയ്യാൻ പറ്റാതെ, ഇതിൽ നിന്നൊരു മോചനം ഇല്ല എന്നുള്ള രീതിയിൽ യു ഗെറ്റ് കൈൻഡ് ഓഫ് സ്റ്റക്ക് വേർ യു റീച്ച് ദറ്റ് സ്റ്റേജ് ഓഫ് ഐ കാണ്ട്. അപ്പോൾ ഈ എനർജി പിന്നെയും കൂടുകയാണ്, ഇത് നമുക്ക് റിലീസ് ആവുന്നില്ല, ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. പുറമേ നിന്ന് കാണുമ്പോൾ ചിലപ്പം എല്ലാവർക്കും പിടികിട്ടുന്നില്ല, പക്ഷെ വി നോ ദാറ്റ് ഇറ്റ്സ് നോട്ട് ഓക്കെ, വി ആർ ഫീലിംഗ് സ്റ്റക്ക്. അപ്പം ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റേജ് വേർ ആർ ഇമോഷൻസ് എസ്കലേറ്റ്. അപ്പോഴും നമ്മൾ സഹായം തേടിയില്ല, ആരോടും സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഈ ഐ കാണ്ട് ഇമോഷൻ എസ്കലേറ്റ്സ് ഫർദർ അപ്പ് ആൻഡ് ഇറ്റ് റീച്ചസ് ടു ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ ഐ വോണ്ട്, വിച്ച് മീൻസ് എനിക്ക് അറിയില്ല എന്നുള്ളത് കൂടി എനിക്ക് പറ്റില്ല എന്നുള്ളിടത്തേക്കാവും. വിച്ച് മീൻസ് ഐ ഡോണ്ട് നോ എസ്കലേറ്റ്സ് ടു ഐ കാണ്ട്, or anxiety escalates to extreme sadness. അതും കഴിഞ്ഞിട്ട് ഇറ്റ് ഫർദർ എസ്കലേറ്റ്സ് ടു ഐ വോണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യില്ല, ഓർ ഇറ്റ് എസ്കലേറ്റ്സ് ടു ദ തേർഡ് ഇമോഷൻ വിച്ച് ഇസ് ആങ്കർ. ദേഷ്യം വരും നമുക്ക്. അത് ദേഷ്യം നമ്മളുടെ അടുത്തേക്ക് തന്നെ ആവാം, ഞാൻ എന്തൊരു യൂസ്ലെസ്സാ, എനിക്ക് എന്താ ഇങ്ങനെ, that frustration, sadness becomes anger towards oneself-ഉം ആവാം, അല്ലെങ്കിൽ anger towards everybody else. അത് ഒന്നെങ്കിൽ എവ്രിബഡി എൽസ് ഓർ ടു എ സ്പെസിഫിക് വ്യക്തിയോടാവാം, അല്ലെങ്കിൽ ഒരു ജീവിത സാഹചര്യത്തോട് ഉള്ള ദേഷ്യമാവാം, അല്ലെങ്കിൽ ഒരു ഇവന്റ് നടത്തുന്നതിനുള്ള ദേഷ്യമാവാം. ഇറ്റ് എസ്കലേറ്റ്സ് ടു ആങ്കർ. സോ ഈ ഒരു ഫസ്റ്റ് നോളജ് ആണ് നമുക്ക് അറിയേണ്ടത്. ഒന്ന്, നമ്മളെ കുറിച്ച് തന്നെ നമുക്കറിയണം, നമ്മൾ ഏത് സ്റ്റേജിലാണ് നമ്മളിത് നിൽക്കുന്നത്, എന്നാലല്ലേ നമുക്ക് സഹായം തേടാൻ പറ്റുള്ളൂ. സോ ദ ഇമോഷണൽ പിരമിഡ് ഇസ് ദ ഫസ്റ്റ് knowledge exchange or knowledge sharing, or what we call as co-creation of knowledge. Co-creation എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്ലയൻറ്റും പ്രൊഫഷണലും ഒന്നിച്ച് ഈ നോളജ് ഉണ്ടാക്കണം. ബിക്കോസ് ഈ പ്രൊഫഷണലിന്റെ കയ്യിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ചുള്ള നോളജ് ഇല്ല, അവരൊരു ദിവസം പോലും നമ്മുടെ ജീവിതം ജീവിച്ചിട്ടില്ല. സോ മോസ്റ്റ് ഓഫ് ദെയർ നോളജ് ഇസ് ത്രൂ, ഓഫ് കോഴ്സ്, റീഡിങ് ആൻഡ് എഡ്യൂക്കേഷണൽ ഡിഗ്രീസ്, ആൻഡ് അവരുടെ പല ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്ത് എക്സ്പീരിയൻഷ്യൽ നോളജ് ഉണ്ടാവുക. പക്ഷെ എന്ന് വെച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിനെ പറ്റിയിട്ട് അനുഭവിച്ച എക്സ്പീരിയൻസ് ആർക്കാ ഉള്ളത്? നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ഓൺലി യു, ആൻഡ് ദാറ്റ് ഈസ് വെരി യുണീക്ക്. സോ ആ നോളജ് ഇസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് for you, of course, and for every professional. ഇഫ് അവരൊരു നല്ല ഒരു പ്രോഗ്രാമോ ഒരു നല്ല ഒരു സെഷൻ ആവണമെങ്കിൽ, അത് തെറപ്പി ആവാം, കൗൺസിലിംഗ് ആവാം, കൺസൾട്ടേഷനോ, whatever you call it, അത്യാവശ്യം അറിവ്, നിങ്ങളുടെ അടുത്തിരിക്കുന്ന അറിവും വാലിഡ് ആണ്, വിലപ്പെട്ടതാണ്. അപ്പം അത് ഷെയർ ചെയ്യേണ്ട
റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് കൊണ്ട് അത് ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണെങ്കിൽ അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചോദ്യം ചോദിക്കാനുള്ള കപ്പാസിറ്റിയും പ്രൊഫഷണലും വേണം. സോ വാട്ട് ഡു വി നീഡ് ടു നോ അബൌട്ട്? വൺ, ഈ ഐ ഡോണ്ട് നോ എന്നുള്ള തോട്ട്സ് എന്താന്നുള്ള അവയർനെസ് നമുക്ക് വേണം. അതൊരു വ്യക്തിയോടുള്ള റിലേഷൻഷിപ്സിൽ വരുന്ന ഐ ഡോണ്ട് നോ ആണോ, ടു യുവർ ചൈൽഡ് ഓർ ടു യുവർ സ്പൗസ്, വർക്ക് പ്ലേസ്, എനിവെയർ, ടു യുവർ പേരന്റ്, or is it about an event like ഒരു പരീക്ഷ വന്നു, you I don't know how to face it, anxiety, or it is ഒരു place, this place looks very scary for me. So ഈ anxieties പല കാരണങ്ങൾ കൊണ്ടാവാം, which we will talk about in the next thing. Where does these anxieties come from? What are these I don't knows? What happens in the brain എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. So today's is about the emotional pyramid, or it's like a triangle, starts with I don't know, എനിക്ക് അറിയില്ല, or anxiety. It escalates to I can't, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല, ഒരു സാഡ്നെസ്, ഒരു ഒറ്റപ്പെടൽ, സ്റ്റക്ക് ഫീലിംഗ്. ഇറ്റ് ഫർദർ എസ്കലേറ്റ്സ് ടു I won't, which is anger, ഞാൻ ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ മിണ്ടില്ല. എന്നിട്ട് അത് അവിടെ ഇരുന്നിരുന്നിരുന്ന് ഈ എനർജി മുഴുവൻ ഇറ്റ് ക്യാൻ ഈതർ ഗോ ടു അനദർ പേഴ്സൺ ആസ് ആങ്കർ, or it can go to oneself also as anger. So first is ഈ ഒരു അറിവ് നമ്മൾ എവിടെയാണെന്നുള്ളത് നമുക്കറിയണം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരും അറിയണം. സോ ദേഷ്യം പിടിച്ച് നടക്കുന്ന ആൾക്കാരെ കാണുവാണെങ്കിൽ, ഭയങ്കര ഇറിറ്റബിൾ ആയിട്ട് നമുക്ക് തന്നെ തോന്നുവാണെങ്കിൽ, അണ്ടർസ്റ്റാൻഡ് ദറ്റ് വി ഹാവ് റീച്ച്ഡ് ദ തേർഡ് സ്റ്റേജ്. വി നീഡ് ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ ആൻഡ് ഫിഗർ ഔട്ട് നമ്മുടെ ഇനീഷ്യൽ ആങ്സൈറ്റീസ് എന്തായിരുന്നു. സോ ഈ ദേഷ്യവും വിഷാദത്തിൻ്റെയും എല്ലാം what I view through is through the lens of anxiety, because that is where it starts. Because നമ്മുടെ ലൈഫ് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പോൾ അത് ഡീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി പല പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് പറ്റാതെ വരുമ്പം അതിനുള്ള നോളജ് വേണം. ഐ കാണ്ട് എത്തുമ്പം അതിനുള്ള സ്കില്ല് നമ്മുടെ കയ്യിലില്ല, അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ട് നമുക്ക് ആൾക്കാർ വേണം, സഹായിക്കാൻ ആൾക്കാർ വേണ്ടി വരും, അക്കോമഡേഷൻസ് ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. സോ ബട്ട് വി നീഡ് ടു ഹാവ് ദ നോളജ് ഓഫ് ഓൾ ദിസ് ഓൺ ഹൗ ടു സപ്പോർട്ട് എ പേഴ്സൺ. വേണമെങ്കിൽ നമുക്ക് അവരുടെ നോളജും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടുഡേ I stopped the session with understanding the emotional pyramid. So as a homework, I think നമുക്ക് എല്ലാവർക്കും നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച്, നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതത്തിനെ കുറിച്ചും ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള വ്യക്തികളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് നോക്കാം, എന്തൊക്കെയാണ് എനിക്ക് അറിഞ്ഞൂടാത്തത്. ഡു ഐ ഹാവ് ആങ്സൈറ്റി? ഹാവ് ഐ ഇൻക്രീസ്ഡ് ഇറ്റ്? ഹാസ് ഇറ്റ് ഇൻക്രീസ്ഡ് ടു സാഡ്നെസ്? ഓർ ഇസ് ഇറ്റ് ആങ്കർ നൗ? വെർ ആർ വി നൗ? ആൻഡ് ലെറ്റ്സ് ഫിഗർ ദാറ്റ് ഔട്ട് ആൻഡ് ദെൻ വിൽ ടോക്ക് അബൌട്ട് അപ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വിൽ ടോക്ക് അബൌട്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എനി കമൻസ്, എനി ക്വസ്റ്റ്യൻസ്, എനി ക്ലാരിഫിക്കേഷൻസ്, പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ ഇടുക. കൂടുതൽ ചോദിക്കാനുണ്ടെങ്കിലും വേറെ ടോപ്പിക്സിനെ കുറിച്ച് പറയണമെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പ്ലീസ് പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ ആൻഡ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.